എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു ചെറിയൊരു കാര്യം പറയാം എന്ന് കരുതിയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷെ അത് പറഞ്ഞു വരുമ്പോൾ എത്രത്തോളം നീണ്ടുപോകുമെന്ന് എനിക്കറിയില്ല. കാരണം എനിക്ക് സ്ക്രിപ്റ്റൊന്നുമില്ല. കുറേ പറയുന്നതൊരു കഥ പറഞ്ഞ് തന്നെ തുടങ്ങാം. അതാണല്ലോ എൻ്റെ ഒരു രീതി. ഒരു ദിവസം ഞാൻ എൻ്റെ ഒരു സുഹൃത്തെന്ന് പറഞ്ഞാൽ എന്നെക്കാൾ കുറച്ചുകൂടെ പ്രായമുണ്ട്. ഞാൻ അവരെ ചേച്ചി എന്നാണ് വിളിക്കുന്നത് കാരണം എന്നെക്കാൾ കുറച്ചധികം പ്രായമുണ്ട്. അവർ ജോലി ചെയ്യുന്നുണ്ട് ഒരു ഏജ്ഡ് കെയറിൽ ജോലി ചെയ്യുന്നുണ്ട് ഫുൾ ടൈം. അപ്പോൾ ഒരു ദിവസം വൈകിട്ട് ഞാൻ വിളിക്കുമ്പോൾ നല്ലോണം എന്തോ പൊട്ടിക്കുന്ന ശബ്ദം കേൾക്കാം. ഒരു ബിയറൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ് കക്ഷി. അപ്പോൾ ഞാൻ ചോദിച്ചു, ചേച്ചി എന്തൊക്കെയുണ്ട്, എന്താ ബാക്ക്ഗ്രൗണ്ടിൽ ആ ശബ്ദം എന്താണെന്ന് ചോദിച്ചു. നല്ല ടക്ക് 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 എന്നുള്ളൊരു ശബ്ദമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അത് വിദ്യ ഞാൻ ഈ തോടുള്ള കപ്പലണ്ടി ഉണ്ടല്ലോ അത് പൊട്ടിച്ച് കഴിക്കുകയാണ്, ഞരടി കഴിക്കുകയാണ്. ഇത്രയും ഞരടാനായിട്ട് കപ്പലണ്ടിയോട് എന്താണ് ദേഷ്യം എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, കപ്പലണ്ടിയോടുള്ള ദേഷ്യമല്ല, എൻ്റെ ഹസ്ബൻഡിനോടുള്ള ദേഷ്യമാണ് ഞാൻ ഈ കപ്പലണ്ടിയിൽ തീർക്കുന്നത്. അപ്പം എനിക്കൊരു തമാശ തോന്നി. ഞാൻ കളിയായിട്ടെങ്കിലും ചോദിച്ചു, അത്രയ്ക്ക് എന്തിനാണ് എത്ര വലിയ ദേഷ്യം, ചേട്ടനോട് എത്ര ദേഷ്യം എന്താണ് ചോദിച്ചപ്പോഴാണ് എന്നോട് പറയുന്നത്, എനിക്കൊരു കാര്യം അറിയുമോ, ഞാൻ 2 ഷിഫ്റ്റ് ചെയ്യുന്നു, ഒരു ദിവസം ഓവർ ടൈം ചെയ്യുന്നു, പബ്ലിക് ഹോളിഡേയിൽ വർക്ക് ചെയ്യുന്നു, ഞങ്ങളുടെ വീട്ടിലെ മെയിൻ ഇൻകം സോഴ്സ് ഞാനാണ്. എന്നിരുന്നാൽ പോലും എൻ്റെ സമ്പാദ്യം ഏത് അക്കൗണ്ടിലേക്ക് വരുന്നു, എൻ്റെ പേ ഏത് അക്കൗണ്ടിലേക്ക് വരുന്നു, ഞാൻ $1 എങ്ങനെ ചിലവ് ചെയ്യുന്നു, ഇതെല്ലാം അദ്ദേഹം നിന്നങ്ങ് കൺട്രോൾ ചെയ്യും. ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് വല്ലാണ്ട് തലവേദന എടുത്തപ്പോൾ ഞാൻ ആ ഏജ്ഡ് കെയറിലെ വെൻഡിങ് മെഷീനിൽ നിന്ന് ഒരു കോഫി കുടിച്ചു. അതിന് $2 അപ്പോൾ തിരിച്ച് ഞാൻ വന്നപ്പോൾ എൻ്റെ പേഴ്സിൽ ആ $2 കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് വഴക്കുണ്ടാക്കി പോയി. ആ ഒരു ദേഷ്യം തീർക്കാനാണ് ഞാൻ ഇത് ഇങ്ങനെയെങ്കിലും എനിക്ക് ആ ദേഷ്യം തീർക്കണ്ടേ എന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്നത്, എന്തുമാത്രം ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു കാര്യമാണ് ചേച്ചി എന്നോട് തുറന്നു പറഞ്ഞത്. ഞാനിതിനെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്? കാരണം പലപ്പോഴും ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങൾ ഡൊമസ്റ്റിക് വയലൻസിന് പല തലങ്ങളുണ്ട്. അത് ഫിസിക്കലാവാം, ഇമോഷണലാവാം, കൊയേഴ്സീവ് കൺട്രോൾ, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഡൊമസ്റ്റിക് വയലൻസ് അനുഭവിക്കുന്ന പുരുഷന്മാരും സ്ത്രീകളുമുണ്ട്. അതിനെയൊക്കെ ഒരുപാട് സീരിയസ് ആയിട്ട് തന്നെയാണ് ഗവൺമെൻറ്റിൽ കാണുന്നത്. ഇതറിഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഇതിനോട് എങ്ങനെ ലീഗലായിട്ട് റിയാക്ട് ചെയ്യണം എന്നുള്ളത് എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ പോലും അതിലൊരു പരിധിയുണ്ട് എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സോഫ്റ്റായിട്ടൊന്ന് സൂചിപ്പിച്ചു, ഇത്തരം കൺട്രോള് ഹെൽത്തി അല്ല എന്ന് ചേച്ചിക്ക് അറിയില്ലേ. കൊയേഴ്സീവ് കൺട്രോൾ ഒരു ഡൊമസ്റ്റിക് വയലൻസിൽ വരുന്ന ഒരു ഭാഗമാണ് എന്ന് ഞാൻ പറയുകയും ചെയ്തു. ഉടനെ ചേച്ചി ഡിഫെൻഡ് ചെയ്ത് എന്നോട് പറഞ്ഞത്, അത് സാരമില്ല വിദ്യ, പുള്ളിക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം എനിക്ക് ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ എൻ്റെ കൺട്രോളിലല്ല, ഞാൻ ഒരുപാട് ചിലവാക്കുന്ന ഒരാളാണ്, അതുകൊണ്ടായിരിക്കും പുള്ളി അങ്ങനെ ചെയ്യുന്നത്, അല്ലാതെ പുള്ളിക്ക് എന്നോട് സ്നേഹക്കുറവോ ഇതൊരു കൺട്രോളിൻ്റെ ഭാഗമോ ഒന്നും അല്ല എന്ന് വളരെ സ്ട്രോങ് ആയിട്ട് എൻ്റെ അടുത്ത് ഡിഫെൻഡ് ചെയ്തു. ഈ കഥ ഇത് ഒരു ഇൻസ്റ്റൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ പല പല ഭാഗങ്ങൾ ഞാൻ അവരുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിലിടപെടാനുള്ളൊരു പരിധി ഉള്ളതുകൊണ്ട് ഞാൻ പലപ്പോഴും കണ്ണടച്ചിട്ടേ ഉള്ളൂ. കാരണം ഞാൻ പലപ്പോഴും പറയുമ്പോൾ ഈ ചേച്ചി എൻ്റെ അടുത്ത് അത്രയും ശക്തമായിട്ട് തന്നെ ഡിഫെൻഡ് ചെയ്താണ് സംസാരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവർക്കിടയിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കണ്ട, ഇതെനിക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പോലും അവർക്കിടയിലൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ ഞാൻ പലപ്പോഴും മിണ്ടാതിരുന്നിട്ടുണ്ട്. മിണ്ടാതിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വലിയൊരു ഗിൽറ്റുണ്ട്. പക്ഷേ ചില ആളുകൾക്ക് അങ്ങനെ കണ്ടീഷൻഡായി പോകാറുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമ്മളിപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് ആണെങ്കിലും മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആണെങ്കിലും എല്ലാവരും പറഞ്ഞു കേൾക്കുന്നൊരു വാക്കാണ് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. ഈ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് പലപ്പോഴും നമ്മൾ എന്തുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്? ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നമ്മൾ പലപ്പോഴും കണക്ട് ചെയ്യുന്നത് നമ്മളുടെ ഇൻകം സോഴ്സുമായിട്ടാണ്. അതായത് ഒരാൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഇൻഡിപെൻഡൻസ് കിട്ടും.
എന്നാണ് നമ്മളുടെ പൊതുവെയുള്ള ധാരണ. അത് സത്യമാണോ? ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ, ഞാനിവിടെ സംസാരിക്കുന്നത് മുഴുവൻ ഒരു ഫാമിലി ബേസ് ചെയ്തിട്ടാണ് കേട്ടോ. ഒരു പാർട്ട്ണർഷിപ്പിൽ ജീവിക്കുന്ന ആളുകളെ ആണ് പ്രധാനമായിട്ടും കരുതുന്നത്. സിംഗിളായിട്ട് ജീവിക്കുന്നവരുടെ കാര്യം ഞാൻ പറയാം. എന്നാലും ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് കുടുംബമായിട്ട് ജീവിക്കുന്ന ആളുകളെയാണ്. ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ഫൈനാൻഷ്യൽ ഒരു ജോലി ചെയ്യുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവർ അധ്വാനിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അവർ ഇൻകം വീട്ടിലേക്ക് വരുന്നത് കൊണ്ട് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഒരു സ്ത്രീയോ പുരുഷനോ സമ്പാദിക്കുന്നത് കൊണ്ട് മാത്രം അവർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നില്ല. ഇത് സ്ത്രീകളെ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പുരുഷന്മാരും ഇതിൽ പെടും എന്ന് ഞാൻ പറയട്ടെ. പലപ്പോഴും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഒരു ഹെൽത്തി പാർട്ട്ണർഷിപ്പുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ്. ഇപ്പോൾ ഈ ചേച്ചിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പല തരത്തിലുള്ള കൺട്രോള് പാർട്ട്നേഴ്സ് മറ്റേയാളുടെ പുറത്ത് ചെലുത്തി അവരെ കണ്ടീഷൻ ചെയ്ത് അവരുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പൂർണ്ണമായിട്ടും തങ്ങളിലേക്ക് എടുത്തു വയ്ക്കുന്ന ഒരു രീതി കാണാറുണ്ട്. പലപ്പോഴും അതിന് അവർ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, നീ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് നടത്താൻ നിനക്ക് കഴിവില്ല, അല്ലെങ്കിൽ നീ ഭയങ്കരമായിട്ട് ധൂർത്തടിക്കും, നിനക്ക് ചിലവുകൾ എത്രയാണ് വരവുകൾ എത്രയാണെന്ന് അറിയില്ല, അത്തരം കാര്യങ്ങളുമുണ്ട്, നിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ഇത് നിനക്ക് വേണ്ടി മാനേജ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഓരോരുത്തർ തുടങ്ങുന്നത്. അപ്പോൾ പലപ്പോഴും ഈ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്ലൈൻഡായിട്ട് ഇവരെ ട്രസ്റ്റ് ചെയ്യുകയാണ്. അത് ശരിയായിരിക്കും, എൻ്റെ കുഴപ്പം കൊണ്ട് ഇനിയിപ്പോൾ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഇല്ലാതാക്കണ്ട, അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ഇതെല്ലാം ഇങ്ങേരെ ഏൽപ്പിക്കാം. ഇപ്പോൾ ഈ ചേച്ചിയുടെ എക്സാമ്പിൾ ഞാൻ എടുത്തു പറയുന്നത് അവരെ എനിക്ക് വളരെ അടുത്തറിയാവുന്നതുകൊണ്ടാണ്. അവർക്ക് അക്കൗണ്ടിലേക്ക് പേ വരുന്നത് എങ്ങനെയാണെന്നറിയില്ല, എത്ര എമൗണ്ട് വരുന്നുണ്ടെന്നറിയില്ല, അവരുടെ ഇൻ്റർനെറ്റ് ബാങ്കിൻ്റെ ഒരു ഡീറ്റെയിൽസ് അവരുടെ കയ്യിലില്ല, എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഹസ്ബൻഡാണ്. അങ്ങനെയുള്ള സമയങ്ങളിൽ $1 സ്പെൻഡ് ചെയ്യാൻ പോലും ഇവർ ഹസ്ബൻഡിനെ ആശ്രയിക്കേണ്ടി വരുന്നു. നോക്കുമ്പോൾ എന്താണ്, ഇവർ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. വെളിയിൽ നിന്ന് നമ്മൾ കാണുമ്പോൾ എന്താ, അവർ ജോലി ചെയ്യുന്നുണ്ട്, അവർ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ പല സമയങ്ങളിലും കുടുംബങ്ങളിൽ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ, ഇതിപ്പോൾ കുടുംബമായിട്ട് ജീവിക്കുന്നവർ മാത്രമല്ല, അധ്വാനിച്ച് ജോലി ചെയ്യുന്ന മക്കൾ ജോലി ചെയ്ത് ഇൻഡിപെൻഡൻ്റായി സ്വന്തം കാലിൽ നിൽക്കാറാവുമ്പോൾ പോലും മാതാപിതാക്കൾ ഇതിൽ ഇടപെട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിനക്ക് നിൻ്റെ സാമ്പത്തികമൊന്നും നിയന്ത്രിക്കാൻ നീ ആയിട്ടില്ല, അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ പറയാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ സമ്പാദിക്കുന്നു, അയാളുടെ ജീവിതം അയാളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നു, അതിൽ അയാൾ സമ്പാദിക്കുന്ന സമ്പാദ്യം ഏത് തരത്തിൽ വിനിയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് അയാളല്ലേ? അയാളുടെ ധൂർത്തിൻ്റെ അളവ് തീരുമാനിക്കാൻ നമ്മൾ ആരാണ്? ഒരു പക്ഷേ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാവാം, ഒരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ആ കുടുംബത്തിലേക്ക് വേണ്ട സ്വാഭാവികമായിട്ടുള്ള ബഡ്ജറ്റിങ് നോക്കേണ്ട ആവശ്യമില്ലേ? ഒരാളിങ്ങനെ കൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും? അതിനാണ് ഞാൻ പറയുന്നത്, ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു ഫാമിലിക്ക് വേണം എന്നുള്ളത്. രണ്ടുപേർക്കും ചേർന്നിട്ടുള്ള ഫൈനാൻഷ്യൽ ഗോൾസ് വേണം, രണ്ടുപേർക്കും ചേർന്നിട്ടുള്ള ഒരു അക്കൗണ്ട് വേണം. അതേസമയം തന്നെ രണ്ടുപേർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളും വേണം. ഒരു കോമൺ അക്കൗണ്ടിലേക്ക് കൊണ്ടുവന്ന് അത് എങ്ങനെ വിനിയോഗിക്കണം എന്ന് രണ്ടുപേരും കൂടെ ഒരുമിച്ച് തീരുമാനിക്കുമ്പോഴാണ് അവിടെ ഫൈനാൻസസ് ഹെൽത്തി ആവുന്നത്. അതേസമയം തന്നെ പേഴ്സണലായിട്ടുള്ള ആവശ്യങ്ങളും ഉണ്ട് അല്ലേ? എൻ്റെ ആഗ്രഹങ്ങൾക്കൊത്തും ഞാൻ ജീവിക്കണം, അതിനൂടെ വേണ്ടിയിട്ടാണ് ഞാൻ അധ്വാനിക്കുന്നത്. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അധ്വാനിക്കുന്ന പക്ഷം പോലും ഞാൻ വേറൊരാളെ ആശ്രയിക്കേണ്ടി വരുന്നത്, ഞാൻ അധ്വാനിച്ചാൽ പോലും അപ്പോൾ ഞാൻ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നില്ല. വേറൊരു കാര്യം പറയുന്നത്, പലപ്പോഴും നമുക്ക് കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ കുട്ടികളുണ്ടാകുന്നു, കുട്ടികളുടെ പരിചരണത്തിന് വേണ്ടിയിട്ട് പാർട്ട്ണറിൽ ഒരാൾ ചിലപ്പോൾ ജോലി കുറയ്ക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യാതിരിക്കേണ്ട അവസ്ഥ വരുന്നു. ആ സമയങ്ങളിൽ പോലും
ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷന് അവരുടേതായ സ്വകാര്യ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള സമ്പാദ്യം അവരുടെ കയ്യിൽ വേണം എന്നുള്ളത് നിർബന്ധമാണ്. അത് മറ്റു പാർട്ട്ണർ മനസ്സിലാക്കി അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അല്ലാതെ അങ്ങനെയുള്ള സമയങ്ങളിലാണ് പലപ്പോഴും പലരും വിചാരിക്കുന്നതില്ല, ഞാൻ അധ്വാനിച്ചാൽ മാത്രമേ എനിക്ക് വരുമാനം ഉണ്ടാവുന്നുള്ളൂ, അതുകൊണ്ട് മാത്രമേ എനിക്ക് ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നുള്ളൂ, അപ്പോൾ ഞാൻ കുട്ടികളെ നോക്കുന്നില്ല കാരണം എനിക്ക് എൻ്റെ ജോലി അത്യാവശ്യമാണ് എന്ന് കരുതി കുടുംബം നോക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതിന് പറ്റാതെ പല സ്ത്രീകളും അല്ലെങ്കിൽ പല പുരുഷന്മാരും ജോലിയിലേക്ക് ഉടനെ തന്നെ പോകുന്നതിൻ്റെ ഒരു കാരണവും അതാണ്. നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു കുടുംബമാകുമ്പോൾ അതിൻ്റെ കോമൺ ഫൈനാൻസസ് എങ്ങനെയാണെന്ന് നോക്കി ആ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ഗോൾ സെറ്റ് ചെയ്ത് ബഡ്ജറ്റ് ഉണ്ടാക്കി അതിൽ രണ്ടുപേരും എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. എല്ലാവരും എപ്പോഴും ഫൈനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലർ വീട്ടിലിരുന്ന് കുടുംബം നോക്കുന്നത് കൊണ്ട് മറ്റേ ആൾക്ക് കുറച്ച് കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഇയാൾ ഹെൽപ്പ് ചെയ്തിട്ടാണ് വരുന്നതെന്ന് നമ്മൾ ചിന്തിച്ചിട്ട് അയാളുടെ കോൺട്രിബ്യൂഷൻ നമ്മുടെ അവിടെ കണക്കാക്കണം. അതിനൊക്കെ ഈ ഓസ്ട്രേലിയ ഒരു വളരെ നല്ല രീതിയിലാണ് അതെല്ലാം മാനേജ് ചെയ്യുന്നത് കേട്ടോ. ഒരു അമ്മ വീട്ടിലിരുന്ന് കുട്ടികളെ നോക്കുന്നത് പോലും ഫൈനാൻഷ്യലി ഇക്വലൻ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷനായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇതെല്ലാം നമ്മുടെ സൈക്കോളജിയിലുള്ളതാണ്. അപ്പോൾ നമ്മൾ പുറത്തു പോയി സമ്പാദിച്ചാൽ മാത്രമേ നമ്മൾ കയ്യിൽ കിട്ടുന്ന രൂപ നമുക്ക് കയ്യിൽ കിട്ടുന്ന സമ്പാദ്യം നമുക്ക് ചിലവാക്കാനുള്ള അവകാശമുള്ളൂ എന്ന് നമ്മൾ ചെറുപ്പം മുതലേ കണ്ടീഷൻ ഉണ്ടാകുന്നു. അതേസമയം വീട്ടിലിരുന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ഒരു തരത്തിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു കോൺട്രിബ്യൂഷനാണ്. അത് ഫൈനാൻഷ്യൽ കോൺട്രിബ്യൂഷൻ തന്നെയാണ്. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്യേണ്ടി വരും, ആ പൈസ വെളിയിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ചില സമയങ്ങളിൽ ഒരു പാർട്ട്നേഴ്സിൽ ഒരാൾ ജോലിയിൽ നിന്നൊന്ന് വിട്ടു നിന്നിട്ട് കുടുംബം നോക്കാൻ തുടങ്ങുന്നത്. ഒന്നുമല്ല, ഞാൻ പറഞ്ഞ് കാട് കയറിയൊന്നും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല. ഒരാൾ ഫൈനാൻഷ്യലി ഡിപ്പെൻഡൻ്റ് ആണോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഒരാളുടെ ഫൈനാൻഷ്യൽ ഡിപ്പെൻഡൻസി അയാൾ ജോലി ചെയ്യുന്നത് കൊണ്ട് മാത്രം മാറുന്നില്ല. നമ്മൾ കുറച്ചെങ്കിലുമൊക്കെ ബോധവാന്മാരായിരിക്കുക. നമ്മളുടെ റൈറ്റ്സ് എന്താണ്, നമ്മളുടെ നീഡ്സ് എന്താണ്, നമ്മളുടെ ഒരു പാർട്ട്ണർഷിപ്പിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ കോമൺ ആയിട്ടുള്ള ഗോൾസ് എന്താണ്, അതനുസരിച്ച് രണ്ടുപേരും ഇരുന്ന് സംസാരിച്ച് ചേർന്ന് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മാത്രമാണ് ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഒരാൾക്ക് വരുന്നത്. അല്ലാതെ വീട്ടിലെ ഫൈനാൻഷ്യൽ കാര്യങ്ങൾ മുഴുവനും ഭാര്യ മാത്രം അല്ലെങ്കിൽ ഭർത്താവ് മാത്രം തീരുമാനിക്കുന്നിടത്ത് നിങ്ങൾ എത്ര അധ്വാനിച്ചാലും എത്ര സമ്പാദ്യം വീട്ടിലേക്ക് കൊണ്ടുവന്നാലും നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്നില്ല. ഇതൊരു ചെറിയൊരു കാര്യമായിരിക്കും. ഇതെല്ലാവരും മനസ്സിൽ വെച്ച് ആരെയും കൺട്രോൾ ചെയ്യാതെ ഹെൽത്തി ആയിട്ട് കുടുംബങ്ങളിലെ ഫൈനാൻസസ് മാനേജ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നന്ദി.